ഒച്ചിയോ ഇവിടെ ആർക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയായിരുന്നു നിങ്ങൾക്ക് അവതാരത്തെ അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ചെടുത്ത ആ മൂർത്തിയുടെ പേര് തക്കുടു എന്നാണ്. നമ്മളെ ഈ കാണുന്ന പള്ളിക്കുളത്ത് നിന്ന് നമ്മളെ തക്കുടു 7 മണിക്കൂർ നിർത്താൻ നീന്തിയിട്ട് ഓന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി കേട്ടോ. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വരാൻ കുറച്ച് ഡിലേ ആയി. അത് വന്നിട്ട് ആശിക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആളറിഞ്ഞില്ല, ആളെന്നല്ല ആരും അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് അത് കൊടുക്കും. ഒരു റിയാക്ഷൻ എന്താ നമുക്ക് നോക്കട്ടോ. കാരണം റിയാക്ഷൻ ഉണ്ടാവില്ല. ഇതാണ് സാധനം. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ജീവിതത്തിൽ ആദ്യമായി കാണാൻ പോവുകയാണ്. ഓ പൊളി. അപ്പോൾ ഈ സാധനം നമ്മളെ തക്കുടൂന് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ്. അപ്പോൾ ഓനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, വീട്ടിൽ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഓരോ റിയാക്ഷൻ നോക്കാം. അപ്പോൾ ആശയൊക്കെ പറഞ്ഞേ ഫുഡൊക്കെ ചിലപ്പോൾ ഒരു ഫീൽ നമ്മളിപ്പോൾ കൊടുക്കും. ഫുഡ് വേണം. ഓൻ എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും അറിയില്ല. ഞാനും നീന്തല് മുന്നേ അറിയായിരുന്നു. പിന്നെ ഇവനിങ്ങനെ നീന്തല് വന്നി. പിന്നെ 4-5 ആൾക്കാരൊക്കെ ചേർന്ന്. അപ്പോൾ ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. ഇതിന്റെ സീരിയസ്നെസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും ഉയരങ്ങളിൽ എത്താന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ നീന്തൽ പഠിക്കാന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ്. പിന്നെ ആശാക ട്രെയിൻ ചെയ്ത് ഞങ്ങളിപ്പോൾ സംസ്ഥാന തലം വരെ എത്തി. അപ്പോൾ ഇതെല്ലാം ആശാക്കൻ്റെ പിന്നെ ഇവരെല്ലാവരും ഒക്കെ സപ്പോർട്ട് വരുന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. തക്കുണൂന് ഇപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വരെ എത്തി. ഓന് ഇനി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് അവന്റെ ലക്ഷ്യം. അത് കിട്ടത്തേന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ഇത് വേറെ റെക്കോർഡിന്റെ ഒരു ഉടമസ്ഥയാട്ടോ. തക്കുവേട്ടൻ എങ്ങനെയുണ്ട്? കുറുമ്പനാണോ? വികൃതിയാട്ടല്ലോ? തക്കുടേട്ടന് ഇവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടി വാവച്ചി ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയല്ലോ. I hear thunder, pa-da-choo, pitch-a-patta raindrops, I am very true. നാടൻ നീന്തലിൽ നിന്ന് ശാസ്ത്രീയമായ നീന്തലിന്റെ വിവിധ രൂപങ്ങളെ പരിശീലിപ്പിച്ച് അക്വാറ്റിക് മത്സരങ്ങളിലേക്ക് പ്രാപ്തരാക്കുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ നീന്തൽ പരിശീലന കേന്ദ്രം അക്കാദമി അത് ചേലേമ്പ്രയിലെ സ്വിമ്മിംഗ് അക്കാദമിയാണ്. പരിമിതമായ ചേലേമ്പ്ര പഞ്ചായത്ത് പള്ളിക്കുളത്തിൽ നിന്ന് ഇതിനകം 1400-ൽ പരം കുട്ടികളെയാണ് നീന്തൽ രംഗത്ത് പരിശീലനം നൽകിയിട്ടുള്ളത്. ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു സുദിനമാണ്. ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റുഡന്റ് ഋതു കൃഷ്ണ
തക്കുടു എന്നാണ് ഇവന് പരക്കെ അറിയപ്പെടുന്നത്. ഇവനിന്ന് ആ അവാർഡിന് അർഹനായിരിക്കുകയാണ്. തോൽവി എന്നൊരു സംഗതി അവൻ അറിഞ്ഞിട്ടില്ല. എല്ലാ തലത്തിൽ നടന്നിട്ടുള്ള എല്ലാ മത്സരങ്ങളിലും അവന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ആരംഭിച്ച് ആദ്യ വർഷം തന്നെ മലപ്പുറം ജില്ല ചാമ്പ്യന്മാരായി. ഇപ്പം നിലവിൽ 3 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ തന്നെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും നമ്മൾ നേടുകയുണ്ടായി. സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പിന്, സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കോച്ച് ഹാഷിർ ചേലുപ്പാടത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കഠിനമായ പ്രയത്നം കൊണ്ട് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും താരങ്ങളായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നാളത്തെ താരങ്ങളാണ്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരും. ആഷിർ വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ കുറച്ച് കുട്ടികളുമായിട്ട് 4-5 വർഷം മുമ്പേ ഈ ചെറിയ സൗകര്യത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ ഒരു സംരംഭം ഇന്ന് ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു മുഹൂർത്തത്തിലാണുള്ളത്. വിലമതിക്കാനാവാത്ത സംഭാവനകൾ നമ്മുടെ സ്വിമ്മിംഗ് അക്കാഡമിയിലെ മക്കൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അക്വാറ്റിക് മത്സരങ്ങളിലാണെങ്കിലും ജില്ലാതല മത്സരങ്ങളിലാണെങ്കിലും സ്കൂൾ തല മത്സരങ്ങളിലും നമ്മുടെ പങ്കെടുക്കുന്ന കുട്ടികൾ മുഴുവൻ മുൻനിരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം വളരെ ഏറെ അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ മക്കൾക്ക് ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തക്കുടുവിനും ആഷിറിനും നമ്മുടെ എല്ലാ സിംഫിൻ അക്കാഡമിയിലെ മക്കൾ അഭിനന്ദനങ്ങളും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ തക്കുടു എന്ന ഋതുകൃഷ്ണൻ 7 മണിക്കൂറും 6 മിനിറ്റും നീന്തിക്കൊണ്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുള്ളത്. ഏതൊരു റെക്കോർഡ് നേട്ടത്തിനിടയിലും ആ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഇടവേളകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ 6 മണിക്കൂർ നീന്തും എന്ന് പറഞ്ഞ് റെക്കോർഡ് ഇടാൻ വേണ്ടി ഇറങ്ങിയ ഋതുകൃഷ്ണൻ തുടർച്ചയായി 1 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ 7 മണിക്കൂറിലധികം നീന്തിക്കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അന്ന് ആ സമയം വൈകിയത് കൊണ്ടാണ് ആ സമയത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് 8 മണിക്കൂറോ 9 മണിക്കൂറോ 10 മണിക്കൂറോ ആവുമായിരുന്നു. ഈ നേട്ടം കൈവരിച്ച ഋതുകൃഷ്ണന് ഭാവിയിലും ഇവിടെ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വരെ പങ്കെടുക്കാനുള്ള നേട്ടമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനൊപ്പം തന്നെ ഇത് ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ ഈ കുട്ടികളെ മുഴുവൻ ഈ മത്സരത്തിന് വാർത്തെടുത്ത ആഷിറിന് എല്ലാ ഭാവങ്ങളും നേടുന്നു. 1400ഓളം കുട്ടികൾ ഒരു സ്ഥലത്ത് നീന്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രാദേശിക തലത്തിലുള്ള മുങ്ങിമരണങ്ങളും ഇതെല്ലാം നിർത്താൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് ജീവൻ രക്ഷ അത് തന്നെയാണ് പ്രധാനമായിട്ടും ഇതിൽ ആഷിർ കണ്ടിരുന്നത്. എന്നാൽ ഈ അക്കാദമിയിലെ താരങ്ങളായ കുട്ടികൾ ഇന്ന് 35ഓളം കുട്ടികൾ പ്രൊഫഷണൽ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ പ്രായമുള്ള കുട്ടികളായതുകൊണ്ട് 18ഓളം പേരാണ് ഇപ്പം സ്റ്റേറ്റിലേക്ക് പോകുന്നത്. കുട്ടികൾ ഇന്ന് പരിതാപകരമായ അവസ്ഥയിലാണ് ഈ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുളത്തിൻ്റെ ശോചനീയാവസ്ഥ. പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള ഫണ്ട് അത് ചെറിയ രീതിയിലൊക്കെ ഇവിടെ ചെലവാക്കിയെങ്കിലും ഇന്നും അത് ഗുണകരമല്ല. അക്കാദമിയിൽ നല്ല പരിശീലനം നേടുന്ന കുട്ടികൾക്ക് നീന്താൻ പറ്റിയ സൗകര്യമൊന്നും ഈ കുളത്തിലില്ല. അവർ വിചാരിച്ചിട്ടുള്ള ഗ്ലൈഡിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യാനുള്ള സൗകര്യം ഈ കുളത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. ഇതിനൊക്കെ പൂർണ്ണമായും ഞങ്ങളുടെ ഈ പ്രാദേശിക ഭരണകൂടമായാലും മറ്റുള്ളവരായാലും ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്നാണ് നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത്. ഇന്ത്യൻ ബുക്ക് റെക്കോർഡ് വാങ്ങിയിട്ടുള്ള ഋതുകൃഷ്ണൻ അവൻ എത്രയും ചെറുപ്പം എന്ന് പറഞ്ഞാൽ 5ാം വയസ്സ് മുതൽക്ക് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചൊരു കുട്ടിയാണ്. 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആ കുട്ടി 2 മണിക്കൂർ തുടർച്ചയായി നീന്തിക്കൊണ്ട് എല്ലാം കൂടെ തന്നെ കോരിത്തെരിപ്പിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. ആശ്രയം നിരന്തരമായിട്ട് ഇപ്പം മുന്നേ പറഞ്ഞ മാതിരി ഒരു തപസ് എന്ന നിലയിലാണ് ഈ കുട്ടികളെ അനുഗമിച്ച് കൊണ്ടുപോകുന്നത്. രക്ഷിതാക്കൾക്ക് കൂടി അത്ര ശ്രദ്ധയില്ലാതെയാണ് ഈ ആഷിർ കുട്ടികളെ കൊണ്ടുപോകുന്നത്. രക്ഷിതാക്കൾ ഇതിൽ എല്ലാ ഭാഗമാക്കാകുന്നുണ്ടെങ്കിൽ കൂടി ആഷിറിന്റെ നിയന്ത്രണമാണ് പൂർണ്ണ സമയം കുട്ടികളുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞു. പരിമിതമായ സൗകര്യത്തിൽ പരിശീലനം നേടി വന്നിട്ടുള്ള നമ്മൾ കോച്ച് ആഷിറിന്റെ നേതൃത്വത്തിൽ ഇത്രയും വലിയ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം നീന്തൽ പരിശീലനത്തിലൂടെ ഇത്രയും വലിയ സാധ്യതകളും വിജയങ്ങളും നേടാനാവുന്ന സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആസിറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പരിശീലനവും അവർക്ക് ഉന്നതങ്ങളിൽ നേടിയെടുക്കാനുള്ള കോച്ചിൻ്റെ ഇത്രയും വലിയ പ്രയത്നമാണ്. ഇനിയും അവരെ ഉയരങ്ങളിലേക്ക് എത്താൻ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. 3-ാമത്തെ വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയ ഒരു കുഞ്ഞ് കൂട്ടുകാരി നമ്മളെ കൂടെ ഉണ്ട്. ഇതാണ് ഇർഹ. എൻ്റെ പേര് ഇർഹ സുഹൈൽ. എനിക്ക് വെള്ളത്തിന് മുകളിൽ പൊന്തി കിടന്നിട്ട് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി, പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. ഇതാണ് സുഹൈലിക, നമ്മളെ ഇർഹാന്റെ ഫാദറാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഇത്രയും വയസ്സുള്ള ഒരു കുട്ടീനെ വെള്ളത്തിൽ ഇറക്കാറിഞ്ഞാല് രക്ഷിതാവ് എന്ന് പറഞ്ഞ നിലയിൽ പോസിബിൾ അല്ല. പിന്നൊക്കെ ഞാനൊക്കെ 3-ാമത്തെ വയസ്സിൽ എന്റെ കുളത്തിൽ കൊണ്ടുപോയിടാൻ എന്റെ അച്ഛനമ്മയും സമ്മതിക്കില്ല. പക്ഷെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കറേജ് കിട്ടി. കാരണം അധികം നമ്മള് ഈ വേറെ രാജ്യങ്ങളിലുള്ളവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ജനിച്ച ഉടനെ കുട്ടീനെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തിക്കണ കണ്ടത്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് അതിനുള്ളൊരു കരുത്ത് കിട്ടി? അല്ല, നമ്മളിപ്പം ഏതൊരു പാരന്റ്സ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം മക്കള് നല്ല നിലയിലെത്തുക, പിന്നെ അതേപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എസ്പെഷ്യലി ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ
ഒരുപാട് മുങ്ങി മരണങ്ങൾ, പിന്നെ അതേപോലെ പല പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഞാനും ഈ പറഞ്ഞതുപോലെ ഈ നീന്തൽ പഠിക്കാൻ പറഞ്ഞ ചെറുപ്പത്തിൽ എന്നെ കൊണ്ട് നടന്നിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് പേടിയാണ്. വെള്ളത്തിലിറങ്ങുക, പിന്നെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ മുങ്ങി മരിക്കും എന്നൊക്കെയുള്ള പേടിയുണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോളെ വളരെ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാനിപ്പം ഇവിടെ ഇടിമുഴിക്കൽ ജോലി ആവശ്യാർത്ഥമായിട്ടാണ് ഇവിടെ താമസിച്ച് വരുന്നത്. അപ്പോൾ ഈ പരിസരത്ത് അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് സിംഫിൻ സ്വിമ്മിങ് അക്കാദമിയെ കുറിച്ച് അറിയുന്നതും ഹാഷിറിനെ പരിചയപ്പെടുന്നതും. പിന്നെ ഹാഷിറായിട്ട് നല്ല സൗഹൃദത്തിലായി. അങ്ങനെ ഞാനും ഇവിടെ നീന്താൻ വരാനായി. പിന്നെ ഡെയിലി വരും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോളെ കാര്യം സംസാരിച്ച് നമുക്കിങ്ങനെ ചെയ്താലോ. ഹാഷിർ അന്ന് പറഞ്ഞത് വളരെ ചെറുതല്ലേ, പ്രായം ചെറുതല്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയില്ല, മിനിമം ഒരു 7 വയസ്സ് വേണം എന്നുള്ള രീതിയിൽ ഹാഷിർ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, അവൾ പറയുന്നതൊക്കെ അനുസരിക്കും, നമുക്കൊന്ന് നോക്കാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ രാവിലെ വരുമ്പം എൻ്റെ കൂടെ തന്നെ അവളും വരുമായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവൾ അക്ഷരം പ്രതി എല്ലാം പറയുന്നതൊക്കെ അനുസരിക്കുമായിരുന്നു. പറയുന്നതൊക്കെ ആശർ എന്താണോ പറയുന്നത്, ആശറിൻ്റെ ആ ഒരു കോച്ചിങ് അവൾ അതുപോലെ ശ്രദ്ധയോടെ കേട്ട് നല്ലപോലെ അനുസരിച്ച് അവൾ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അവൾ നീന്താനും തുടങ്ങി. അതേപോലെ തന്നെ വെള്ളത്തിൽ ബാലൻസ് ചെയ്ത് മലർന്ന് കിടക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ ഞങ്ങൾക്കും ഒരു ടെൻഷൻ ഉണ്ടോ എന്നുള്ളത്, അതിപ്പോൾ ഏതൊരു പാരൻസിനായാലും ടെൻഷൻ ഉണ്ടാവും. പക്ഷേ എന്താ പറയുക, അവൾ ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് പിന്നീട് ഈ ഒരു വെള്ളത്തിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കും ധൈര്യമാണ്, എൻ്റെ മോളല്ലേ, അവൾ വെള്ളത്തിൽ വീണ അവൾ കുഴപ്പമില്ല, അവൾ നീന്തി പോന്നോളൂ എന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കും ഉണ്ട്. ആ ഒരു ഇതിലാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പാരൻസും മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഇതേപോലത്തെ സ്വിമ്മിങ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യിക്കണം, പഠിപ്പിക്കണം, നിർബന്ധമാണ് അവർക്ക്. ഇനി വരുന്ന സമയത്ത് വരുന്ന കാലങ്ങളിലൊക്കെ ഈ സ്വിമ്മിങ് ഒന്നും അറിയാണ്ടിരിക്കാൻ പറ്റില്ല. അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. നമുക്ക് നമ്മൾ സ്വയം രക്ഷയ്ക്കും മറ്റൊരാളെ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്താനും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ പാരൻസും മക്കളെ ഇതേപോലെ തന്നെ സ്വിമ്മിങ് പോലത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നന്നാവും. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന ആള് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയത് ഏകദേശം 10-22 മിനിറ്റോളം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടന്നിട്ടാട്ടോ. പക്ഷെ ആള് 22 മിനിറ്റ് ഒന്നുമല്ല, വേണമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കിടക്കാനുള്ള കെൽപ്പുള്ള മനുഷ്യനാണിത്. എങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കണേ? ഞാൻ കാല് അനക്കാതെ വെച്ചിട്ടാണ്. അങ്ങനെ പൊങ്ങി കിടക്കുക? ഞാൻ അനക്കാതെ വെക്കുമ്പോ ഞാൻ മുങ്ങി പോലുണ്ടല്ലോ. അത് വലിയൊരായ കൊണ്ടാ. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പേടി ആരാ മാറ്റിയേ? കുട്ടികളെ നമുക്ക് വീട്ടിൽ നിന്ന് നീന്തൽ പഠിപ്പിക്കാനൊക്കെ ഭയങ്കര പേടി രക്ഷിതാക്കൾക്ക്. ഞാൻ തന്നെ നീന്തൽ പഠിപ്പിച്ച് നീന്തൽ പഠിച്ചത് 8-ലും 9-ലൊക്കെ പഠിക്കുമ്പോൾ. അതേപോലെ തന്നെയാണ് പെൺകുട്ടികളെ കേസ് എടുത്താലും. പെൺകുട്ടികൾക്ക് ഇതേമാതിരി തോട്ടിലും പുഴയിലൊക്കെ തിരുമ്പാൻ പോകുമ്പോഴൊക്കെ പണ്ടേ കിട്ടോ പോകുമ്പോഴൊക്കെ അന്നത്തെ കുട്ടികൾക്കൊക്കെ നീന്താൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ വിരളമായിട്ടാണ് നീന്താൻ അറിയുള്ളൂ. അപ്പൊ നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തന്നെ വലിയ സ്വിമ്മർമാരുകളിൽ ഒരാളും സ്റ്റേറ്റിലും ജില്ലയിലൊക്കെ ഒരുപാട് സ്വിമ്മിംഗ് കോമ്പറ്റീഷനിലൊക്കെ മത്സരിച്ച് ഗോൾഡ് മെഡൽ മാത്രം നേടിയ ഒരു മഹത് വ്യക്തി നമ്മളെ കൂടെ ഉണ്ട്, മിസ്റ്റർ കുഞ്ചു. ഇതിനെ കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കുന്നതാണ്. ഇതുവരെ ഇപ്പൊ ഗേൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വീട്ടിൽ തന്നെ ആരും വിടൂല. കാരണം പുറത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് അങ്ങനെ നടക്കേണ്ടതല്ല, വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കേണ്ടതാണ് പൊതുവെയുള്ള സംസാരം. അങ്ങനെയാണ്. നമ്മൾ ആരും പേടിച്ച് നിൽക്കല്ല വേണ്ട. നമുക്ക് എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുക വേണം. നമുക്ക് മറ്റുള്ളവരെ കാര്യം നോക്കിയിട്ട് ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല. അപ്പം ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം ചെറിയ ഷോർട്സ് ഇടാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുമ്പോഴായാലും നാട്ടുകാരും പലതും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ചെവി കൂടെ കേട്ട് മറ്റു ചെവിക്ക് പുറത്ത് പോക്ക് അത്രേ ഉള്ളൂ. അതിന് എൻ്റെ കോച്ച് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. നല്ല മോട്ടിവേഷൻ ആയതുകൊണ്ടൊക്കെ തന്നെ ഇത്ര ഉയരത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ സ്വിമ്മിങ് പ്രത്യേകിച്ച് ഗേൾസ് ഇതിന് വേണ്ടി ഇറങ്ങുക. ഇതിലൂടെ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിൽ നേടിയെടുക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ്. നാട്ടുകാർക്കാണ് പ്രശ്നം, വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്കാണ്. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. അതിന് വേണ്ടി എന്നോട് പറഞ്ഞു ഇതിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു കട്ട സപ്പോർട്ടാണ്. നമ്മളെ സിംഫിൻ സ്വിമ്മിംഗ് അക്കാദമി പറഞ്ഞാൽ 4 ചുമരിനുള്ളിലെ വലിയ സെറ്റപ്പുകളോ അല്ലെങ്കിൽ AC റൂമിലുള്ള സെറ്റപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഈ ഒരു പഞ്ചായത്തുകളും ഇതുപോലെ കുറച്ച് പിള്ളേരും തലണ്ട് പൊന്തിക്കും. ഇവരാണ് നമ്മളെ മെയിൻ. തക്കുടൂനോട് നമുക്ക് ചോദിക്കാം. തക്കുടിനെ കുറിച്ച് തന്നെ പറയും. ഇജ്ജ് പറഞ്ഞോളൂ. ഞാൻ ഇവിടെ 5 വർഷമായി ഇവിടെ നീന്താൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ ആരാന്നൊന്ന് ചങ്ങായിമാർക്ക് പറഞ്ഞു കൊടുക്കും. എൻ്റെ പേര് ഋതുകൃഷ്ണൻ. ഇന്ന് ഇവിടെ വിളിക്കല് തക്കുടാണ്. ഞാനിവിടെ 5 വർഷമായി നീന്താൻ തുടങ്ങിയിട്ട്. ഇവിടെ 2 കൊല്ലം മുതൽ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ കുറെ കുളത്തില് 2 കൊല്ലം മുതൽ മാത്രമേ ഉള്ളൂ. കുളത്തില് കോറിയില് ഒക്കെ പോയി കുളിച്ച്. അപ്പൊ നാട്ടുകാരൊക്കെ പറയും ഇവരെന്തിനാ വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യണത്, ഇവരെന്തേ ഗുണുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെ എല്ലാരും പുച്ഛിച്ച്.
ആരും സപ്പോർട്ടിനില്ലേ? പിന്നെ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ 2 മണിക്കൂർ ഞാൻ തുടർച്ചയായി നീന്തി. അപ്പോൾ ഈ കുളത്തിൽ തന്നെ MLA മന്ത്രിമാരൊക്കെ വന്ന് എന്നിട്ട് എന്നെ ആദരവ് ചെയ്ത്. പിന്നെ അതിനുശേഷം എല്ലാവരും സ്വിമ്മിങ് അക്കാദമിയിൽ ചേരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ് കോമ്പറ്റീഷനിലൊക്കെ പോയി മെഡലൊക്കെ അടിച്ച് കഴിഞ്ഞല്ല നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. ഗൈസ് ഓന് നല്ല പേടിയുണ്ട്. ഓൻ എന്തോ ഒരുമാതിരി മറ്റേ ISRO ഇന്റർവ്യൂവിന് ഉത്തരിക്കണേ. ഇവരിങ്ങനെ ഒന്നല്ല കേട്ടോ, അവന്റെ ക്യാരക്ടർ ഇങ്ങനെ ഒന്നല്ല. ക്യാമറ ഓൺ ആക്കിയാൽ ആള് മാറണാണ്. ഇല്ലടാ പറഞ്ഞു കൊടുക്കടാ, ഉച്ചി പറഞ്ഞു കൊടുക്കടാ. ഇത് ഇവന്റെ പേര് ഹൃദയകൃഷ്ണൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവനെ തക്കുഴു എന്നാണ് വിളിക്കുന്നത്. ഈ ആദ്യത്തെ ഇവ ഇവിടെ പഠിക്കാൻ നമ്മൾ 5 കൊല്ലമായി. അപ്പോൾ ആദ്യത്തെ 2 കൊല്ലം വരെ ഇവനും ആശാക്കി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ കോറിയിലും കുളങ്ങളിലൊക്കെ ആയിട്ട് പോയി. അപ്പോഴൊക്കെ നാട്ടുകാർ തീരെ സപ്പോർട്ടില്ല. അവരിങ്ങനെ പറയും, പരദൂഷണം പറയാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം, എന്താണ് ഇതുകൊണ്ട് ഇവന് ഭാവി രക്ഷപ്പെടുമെന്നൊക്കെ ചോദിച്ച് പുച്ഛിച്ച് കാണിച്ച്. പക്ഷേ തക്കുട അതിനെല്ലാം ഒക്കെ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. മറുപടി ആയിട്ട് നമ്മളെ കയ്യിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. ഇവന് കഴിഞ്ഞ കൊല്ലം ഡിസംബർ ലാസ്റ്റിന് 7 മണിക്കൂർ തുടർച്ചയായിട്ട് ഇന്ത്യനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത്. പിന്നെ ഇവന് ഇതുവരെ മത്സരിച്ച എല്ലാ ജില്ലാ മത്സരത്തിലും തോറ്റു കൊടുത്തിട്ടില്ല. എല്ലാത്തിനും 1ാം സ്ഥാനം മാത്രമേ ഇവന് കിട്ടിയിട്ടുള്ളൂ. അതാണ് ഇവൻ്റെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ. ഇവന് സ്റ്റേറ്റിൽ 100 ബട്ടർഫ്ലൈയിൽ 3rd ഉണ്ട്, മെഡലുണ്ട്. അപ്പോൾ ചെക്ക ആളൊരു സംഭവമാണ്. ഇതിനൊക്കെ കാരണം നമ്മളെ പള്ളിക്കുളമാണ്. പള്ളിക്കുളത്ത് ഈ ചെറിയൊരു പള്ളിക്കുളത്തു നിന്നാണ് ഞങ്ങൾ ഈ മികവൊക്കെ തെളിയിച്ചിട്ടുള്ളത്. മാത്രമല്ല മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളാണ് സ്വിമ്മിങ് അക്കാദമിയാണ് മലപ്പുറം ജില്ലയെ സ്റ്റേറ്റിൽ 3ാം സ്ഥാനത്ത് എത്തിച്ചത്. അതിന് നമ്മുടെ സ്പോർട്സ് മന്ത്രി വന്നിട്ട് ഞങ്ങൾക്ക് അവാർഡൊക്കെ തന്നിട്ടുണ്ടായിന്. അപ്പോൾ തക്കുടയാണ് ഇവിടുത്തെ അംബാസിഡർ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പിന്നെ ചേർന്നതാണ്. ഞാൻ 4 കൊല്ലമായി. ഇവൻ ചേർന്നിട്ടൊക്കെ 3 കൊല്ലം. UKG പഠിക്കുമ്പോൾ ചേർന്നാണ്. ഇപ്പൊ എത്ര ക്ലാസ്സിലാണ്? 3-ലോ? 3-ല്. എൻ്റെ എക്സ്പീരിയൻസ് പറയും. ഞാൻ വിചാരിച്ച് വെറുതെ നീന്താനായിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി മത്സരമൊക്കെ ഉണ്ട്. അതിലേക്ക് ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടിയതാണ്. പിന്നെ എനിക്ക് പ്രായമില്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് പോകണം. നമുക്ക് സെറ്റാക്കും, നമ്മളിനി സെറ്റാക്കും. എൻ്റെ പേര് സിദ്ദീഖുൽ അക്ബറാണ്. ഞാൻ അവിടെ ചേർന്നിട്ട് 2 കൊല്ലമായി. കഴിഞ്ഞ സമയം സ്റ്റേറ്റിൽ പോയ സമയത്തേക്ക് 5th വന്നിനി 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ 2 സെക്കൻഡ് കൊണ്ടാണ്. 2 സെക്കൻഡ് കൂടി കുറച്ച് ബട്ടർഫ്ലൈ അടിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തില്ലേനോ? അവൻ നല്ല അടിപൊളിയായിട്ട് ബട്ടർഫ്ലൈ അടിച്ചു. പിന്നെ 2 സെക്കൻഡ് കൂടി കുറച്ചിട്ടുണ്ട്. എനിക്ക് ഗോൾഡ് കിട്ടീനി. അടുത്ത കൊല്ലം ഇതിനെക്കാട്ടി പരിശ്രമിക്കും, പൊളിക്കും, അടിച്ചെടുക്കും. ഇപ്പൊ ഏകദേശം ഒരു 39 കുട്ടികളോളം നമ്മളെ സ്വിമ്മിങ് അക്കാദമിയിലുണ്ട്. അറിയില്ല, 5 കൊല്ലം മുന്നേ എന്താ പറയാ തക്കുട് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ പിന്നിലുള്ള ആളാരാ? സൂത്രധാരൻ മൂപ്പര ഇവിടെ നിന്നിട്ട് ഇതാ. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി സ്വിമ്മിങ് അക്കാദമിന്റെ എന്താ പറയാ സ്ഥാപകൻ, ഉടമസ്ഥനോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ അക്കാദമിനെ കുറിച്ച്. നമുക്ക് ഇവിടെ നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിച്ചാലും. സ്വിമ്മിങ് അക്കാദമി തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കഴിവുള്ള ആൾക്കാർ പല മേഖലകളിൽ ആയിട്ട് പുറത്തുണ്ട്. അപ്പോൾ ഈ കഴിവുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു വേദി ഇതുവരെ പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ നീന്താൻ തുടങ്ങുന്ന സമയത്തൊന്നും എനിക്കൊരു നല്ല സ്പേസ് എവിടെയും കിട്ടിയിട്ടില്ല. കോമ്പറ്റീഷൻ ഉണ്ടാവണ പോലും നമ്മൾ അറിയലില്ല. അതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഇപ്പം നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെ വരയ്ക്കാനോ അവരെ കഴിവ് തെളിയിക്കാനോ നല്ലൊരു വേദി ഉണ്ടാവില്ല. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ അവർക്ക് പറ്റും. അപ്പം നീന്തലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് നന്നായി കഴിവുള്ള പിള്ളേർ ഇനിയും ഉണ്ട്. അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ കോമ്പറ്റീഷനിൽ ഇറങ്ങാനോ വേണ്ടിയിട്ടുള്ളൊരു വേദി ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു 5 വർഷം മുന്നേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ആദ്യം ഞാൻ ദുബായിലായിരുന്നു. അവിടെ ഒരു സ്വിമ്മിങ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതിന്. അതിന് ശേഷം പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഈ കുളം നന്നാക്കി തുടങ്ങിയതാണ്. കുളം നന്നാക്കാൻ ആദ്യഘട്ടങ്ങളിൽ ചലമ്പ്ര വാർത്ത പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ മുൻകൈയോട് കൂടിയിട്ടാണ് ആദ്യം കുളം നന്നാക്കിയത്. ആദ്യത്തെ ഘട്ടങ്ങളിൽ തക്കടും ഇവരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. തക്കട് പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത 2 വർഷം തക്കട് മാത്രമല്ലേ ഉള്ളൂ ഇനി? അതെ. അങ്ങനെ തക്കടിനെ മാത്രം എങ്ങനെ കിട്ടി എന്ന് വെച്ചാൽ തുടങ്ങിയ സമയത്ത് നമുക്കൊരു ശരിക്കും ഒരു ലാബിലില്ല. നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മൾ ആരാ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അല്ല, അന്നേ ഈ സ്വിംഫിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്? ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്വിമ്മിങ്ങിന്റെ പരിപാടി. അപ്പൊ അന്ന് ഇതേപോലെ ആരും ഇല്ല. അപ്പൊ നീന്തൽ പഠിക്കാൻ ആളുണ്ട്, സാധാ നീന്തൽ പഠിപ്പിക്കാൻ ഫ്രീ ആയിട്ട് നീന്തൽ പഠിപ്പിക്കല്. അപ്പം അന്ന് ഇതേപോലെ നീന്തൽ പഠിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, അതും കുറഞ്ഞ ആൾക്കാർ മാത്രം.
ആ സമയത്ത് പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആളെ അന്വേഷിച്ചത്. അപ്പോൾ ഇവർക്കാർക്കും അതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ പിന്നെ തക്കുടുവിൻ്റെ പാരൻസായിട്ട് തക്കുടുവിനെ അവിടുന്ന് കുളത്തിൻ്റെ അവിടുന്ന് കണ്ട് പാരൻസായിട്ട് സംസാരിച്ച് മിനിമം ഒരു സ്റ്റേറ്റിംഗിൽ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടാണ് തക്കുടിനെ ഇറക്കുന്നത്. അപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ആരോടെ ചോദിച്ചു? അമ്മനോട്. അപ്പം അമ്മ ഓക്കെ പറഞ്ഞ് ഇറക്കിക്കോളി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തുടങ്ങിയതാണ്. എല്ലാ കുളത്തിലും ഞങ്ങൾ നീന്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിലുള്ള ഇവിടെയും പല കോറികളിലും പല പൂളുകളും എല്ലാ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് പുച്ഛിക്കലേനു എല്ലാവരും. കാരണം എല്ലായിടത്തും നീന്താൻ പോകുമ്പോഴോ വല്ല കാര്യമുണ്ടോ രക്ഷപ്പെടുമോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല. അങ്ങനെ ആ ഒരു ഘട്ടം ഭയങ്കര ഇതായിരുന്നു കയറി വരാൻ. അങ്ങനെ പിന്നെ തക്കുടു നീന്താൻ തുടങ്ങി. ഇപ്പോൾ ജില്ലയിൽ തക്കുടു ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാ മത്സരങ്ങളും ജില്ലയിൽ തക്കുടുവാണ് ഗോൾഡ് വരുന്നത്. സ്റ്റേറ്റിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി സ്റ്റേറ്റിൽ പോയിട്ട് തക്കുടുവാണ് മലപ്പുറം ജില്ലത്തെ ആദ്യമായിട്ട് സബ് ജൂനിയറിൽ മെഡലടിച്ച കുട്ടി. ആ ഒരു അംഗീകാരം കൂടി അവനക്കുണ്ട്. കയ്യും കാലും കെട്ടിയ ഒരു പയ്യൻ വെള്ളത്തിൻ്റെ മുകളിൽ 2 മണിക്കൂറോളം കിടന്നിട്ടുണ്ട്. 9 വയസ്സുള്ള വിഹാൻ. സ്റ്റേറ്റിൽ ഇതേപോലെ 3rd വന്നിട്ടുണ്ട്. സബ് ജൂനിയർ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് 3rd മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അത് ജില്ലേൻ്റെ കരിയറിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ട് വെച്ചാല് നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡോ അല്ലെങ്കിൽ ഇങ്ങനെ മെഡലോ സംഭവങ്ങളൊക്കെ സെറ്റ് ഒക്കെ കഷ്ടപ്പെട്ട് നമ്മളെ പ്രയത്നത്തിന്റെ ഫലമാണല്ലോ അതൊക്കെ. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എടാ അടിപൊളിയായടാ ആ ഒരു ടോക്ക്, അതാണ് ഞാൻ സപ്പോർട്ടോട് ഉദ്ദേശിച്ചത്. അതെ, നമുക്കിപ്പോ നമ്മളെ കൂടെ ഞാൻ പറഞ്ഞിട്ടല്ലേ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാനിവിടെ ഈ ഒരു അക്കാദമി തുടങ്ങാന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് തരാൻ എൻ്റെ സ്നേഹിതനുണ്ട് റാഷിദ്. ഒരു ആർക്യൂബ് എഞ്ചിനീയറിംഗ് കമ്പനിയാണ് അവർ നടത്തുന്നത്. അപ്പോൾ അവരാണ് നമ്മളിപ്പോൾ നിലവിലെ സ്പോൺസർ. അവരാണ് നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു തരുന്നത്. ജേഴ്സി ആയി കഴിഞ്ഞാലും കുട്ടികളെ എങ്ങോട്ടെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ആ ഒരു ആദ്യഘട്ടത്തിൽ അവൻ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മീഞ്ചിൻ്റെ ഫയർ ആൻഡ് സ്റ്റേഷനിലുള്ള ഓഫീസർ വിശ്വാസ് സാറുണ്ട്. ഒരു ആദ്യഘട്ടങ്ങളിൽ ഇവിടെ കുളത്തിൽ പരിപാടി നടത്തുന്ന സമയത്ത് ഈ നടത്തിക്കോ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരാറുണ്ട്, ചെയ്തു തന്നിട്ടുണ്ട്. ഒരു സമയത്ത് കുളം നന്നാക്കാൻ വേണ്ടിയിട്ട് ഫയറിൻ്റെ ടീമും സിവിൽ ഡിഫൻസിൻ്റെ ടീമും എല്ലാവരും കൂടി കൂടിയിട്ട് ഈ കുളത്തിൽ വന്ന് ഞങ്ങൾ കുളം നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 കുറച്ച് ആൾക്കാർ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കാദമി, നമ്മുടെ സിംഫിനി അക്കാദമിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഒരു 13 അടങ്ങിയ ആൾക്കാർ. ഈ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ പ്രചോദനം. കാരണം നമ്മൾ ഒരു കാര്യം ചില കാര്യം നമുക്ക് ഒറ്റക്ക് ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഇവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ചില കാര്യങ്ങൾ ഓരോ ഏൽപ്പിക്കാനും ചില കാര്യങ്ങളിൽ ഓർക്ക് ഓരോതായിട്ടുള്ളൊരു സാധനം ചെയ്യാനും പറ്റും. അപ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത് നമ്മൾ ആ റാഷിനെ കുറിച്ചിട്ടാണ്, ആർക്യൂബ് ഞങ്ങളെ സ്പോൺസർ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്റ്റേറ്റ് പോയിട്ട് തക്കുടമാണ് ജില്ലയിൽ ആദ്യമായിട്ട് മെഡൽ അടിക്കണം സബ് ജൂനിയർ വിഭാഗത്തിൽ. അപ്പോൾ അതൊരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളും സ്റ്റേറ്റിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രൈസ് അടിച്ച് ഓവറോൾ വന്നതും നമ്മളെ അക്കാദമിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടാക്കി ഇവിടെ വരുമ്പോൾ ചില ഈ പിള്ളേർക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു സപ്പോർട്ട്. അത് കുറച്ചും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര സന്തോഷമാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നാളെ ഇവരെവിടെയെങ്കിലും എത്തിക്കാൻ അവർക്ക് പറ്റുകയും ചെയ്യും. ആ ഒരു ആത്മവിശ്വാസം കിട്ടും. പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ വിജയം. ആദ്യ ഘട്ടങ്ങളിലൊക്കെ പിള്ളേർ വെറും നീന്താൻ വന്ന പിള്ളേർ ഇന്ന് എല്ലാവരും ഇവിടെയുള്ള 4 പിള്ളേർ ഒഴികെ ബാക്കി എല്ലാവരും സ്റ്റേറ്റിലേക്ക് പോയ പിള്ളേരാണ്. ആ 4 പിള്ളേർ ഇവളൊക്കെ തന്നെയാണ് സ്റ്റേറ്റിൽ പോകാത്തത്. അത് ഇവൾക്ക് പ്രായപരിധി കാരണമാണ്. വയസ്സാവാത്തതുകൊണ്ടാണ് സ്റ്റേറ്റിൽ പോകാത്തത്. ജില്ലയിൽ ഇവൾക്ക് മെഡലുണ്ട്, പക്ഷേ സ്റ്റേറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഏജ് ഉണ്ട്. ഇവർ എക്സ്പെക്ട് ചെയ്ത ലെവലിനേക്കാളും ഇവർ വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അത് തൃപ്തിയാണ്. ഫസ്റ്റ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വിഹാന്റെ ആണ്. അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇവിടുന്ന് ട്രെയിനിങ് ആദ്യം കൊടുത്തിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു പരിധി വരെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ഫിനാൻഷ്യൽ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നീന്തം പഠിപ്പിക്കാൻ ആളെടുക്കും. അവരെന്ന് ചെറിയ ഫീയോ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ടോ അവിടെ നിന്ന് നീന്തം പഠിപ്പിക്കും. അങ്ങനെ പോയപ്പോൾ കിട്ടിയ ആളാണ് വിഹാൻ. ഞാൻ അവരെ വില്ലയെ പോയിട്ട് നീന്തം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിനിങ് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഇവനെ വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ വെറും 7 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് വിഹാൻ ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ കാരണം. അവൻ്റെ പാരൻസ് ആയി കഴിഞ്ഞാലും പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട് ആ പരിപാടിയിലേക്ക്. ഒരു പാരൻസ് തരേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ കിട്ടുമ്പോൾ പൊതുവെ ഏതൊരു മക്കളും ഒരു ഉന്നതിയിലെത്തും. അപ്പോൾ അതിന് ഒരു ക്രെഡിറ്റ് ഓരോ പാരൻസിൻ്റെ ഭാഗത്തും കൂടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇർഹയിലേക്ക് എത്തുന്നത്. ഇർഹയ്ക്ക് ഇപ്പം എത്ര വയസ്സാണ് പറഞ്ഞത്? ഇർഹ ഇപ്പം 4 വയസ്സായി. അന്ന് 3 വയസ്സ്. 3 വയസ്സുള്ളപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ പൊന്തി കിടന്ന് 22 മിനിറ്റ് ആണ്. പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല റെക്കോർഡ്. ഇപ്പം നിലവിലുള്ളത് കുറഞ്ഞ സമയമാണ്. ഇർഹന്റെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു
ഇർഹാന്റെ ഉപ്പ ആദ്യം നീന്തം പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നേനു. പിന്നെ വൈഫുണ്ട് പറഞ്ഞ്, അങ്ങനെ വൈഫിനെ കൊണ്ടുവന്ന് അവരെ നീന്തം പഠിച്ച്. പിന്നെ മോള്, ഒരു ചെറിയ കുഞ്ഞു മോളാണ്, ഓരുണ്ട് പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞ്. അങ്ങനെ ഇവർ 3 ആളായി. ഇപ്പോൾ ഫാമിലി മൊത്തം ഞങ്ങളെ കൂടെയാണ്. അപ്പോൾ ഇവരെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മളിവിടെ പൊതുവെ ആരും ഇറക്കൂല. അപ്പോൾ അത് അവരൊരു ധൈര്യമാണ്, അത് നമ്മളോടുള്ളൊരു വിശ്വാസം കൂടിയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് അവർ വെള്ളത്തിലിറങ്ങിയതും ഇങ്ങനെ ഒരു നല്ല ലെവലിലേക്ക് എത്താൻ കുട്ടിക്ക് കഴിഞ്ഞത്. ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവണം എന്താ ഒരു കരിയർ ചേഞ്ച് ആണ്. അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പരില്ലെങ്കിൽ തക്കുടി ചിലപ്പോൾ ഒന്നും നീന്താൻ പഠിച്ചിട്ടുണ്ടാവില്ല. നീന്താൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഓന് ഈ ഒരു സ്റ്റേറ്റിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിക്കോണമെന്നില്ല. ഇതിനൊക്കെ എന്താ പറയാ നിമിത്താവണ ഒരു ആളുണ്ടല്ലോ, അതിനെന്തായാലും നമ്മള് എന്താ പറയാ അഭിമാനം കൊള്ളണം. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ നാട്ടുകാരനായാലും ഞാൻ അഭിമാനം കൊള്ളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടല്ലേ, ഇനിയും വരും. ഇതുകൊണ്ടൊന്നും നിർത്താൻ വിചാരിക്കണില്ല. കുളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ വരുന്ന സമയത്ത് മൊത്തം കാട് പിടിച്ച് നന്നായിട്ട് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കൂടി നന്നാക്കി. പിന്നെ അവിടെ അങ്ങനെ ട്രെയിനിങ്ങും കാര്യങ്ങളും തുടങ്ങി. ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ 1400 സംതിങ് ആൾക്കാരോളം ഇപ്പോൾ അവിടുന്ന് നീന്തൽ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 31 ആൾക്കാർ പ്രൊഫഷണലായിട്ട് മത്സരത്തിനും മറ്റു പരിപാടികൾക്കൊക്കെ പോയി മെഡൽ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ സ്റ്റേറ്റ് പോയി വരുവാനും 11 ആൾക്ക് പ്രൈസ് ഉണ്ട്. ഈ കുളത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ചണ്ടി നന്നായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ 2 ദിവസം മാറി നിന്നപ്പോഴത്തേനും ഏകദേശം ഓൾമോസ്റ്റ് അതെ. ഈ രണ്ടാഴ്ചയിൽ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി, ഈ പ്രായമുള്ള പിള്ളേരെല്ലാവരും കൂടിയിട്ടാണ് ആ ചണ്ടി വാരൽ. അതിനും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറെ ആരും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചില സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു ഗാലക്സി ക്ലബ്ബ് ഉണ്ട്, അതുപോലെ തന്നെ റോയൽ ബ്രദേഴ്സ് ഇടുമിക്കൽ, അങ്ങനെ 2 ക്ലബിന്റെ ഭാഗത്തുനിന്ന് ഒരു 2 പ്രാവശ്യം വന്നിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് രണ്ടാഴ്ചയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എല്ലാ പ്രാവശ്യം വന്ന് നന്നാക്കി തരല് അവരെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആവില്ല. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് സ്ഥിരമായിട്ട് നന്നാക്കൽ. ഇതൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ ആ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മെഡലും കാര്യങ്ങളും കിട്ടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ഈ പിള്ളേർ ആ ചണ്ടി കടന്ന് മറിയലും ആ ചമ്മിയെടുത്ത് പൊക്കണ കാണുമ്പോൾ ഒരു വിഷമമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒന്നും കൂടി ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അതെ, 50 മീറ്റർ സ്വിമ്മിംഗ് പൂളിൽ നീന്തണം പിള്ളേരായിട്ട് മത്സരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കുളത്തിൽ ഞങ്ങൾ സ്റ്റേറ്റിൽ മെഡൽ വരുന്നതും. ഇപ്രാവശ്യം പോയിട്ട് 2 സെക്കൻഡിന്റെ മാറ്റത്തിലാണ് സ്റ്റേറ്റിൽ മെഡൽ മിസ്സായതൊക്കെ. പുറത്തുനിന്ന് വരുന്ന ആ പിള്ളേരെ, അത്രയും നല്ല പിള്ളേരാണ്, നാഷണൽ ലെവലിലുള്ള പിള്ളേരെ കൂടെ വെറും 2 സെക്കൻഡിന്റെ മാറ്റത്തിലൊക്കെയാണ് മിസ്സാവണത്. പഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ഫണ്ട് വെച്ചിട്ട് കുളം നന്നാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ആദ്യഘട്ട കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും നമുക്കവിടെ നീന്താനുള്ള ഒരു സൗകര്യം ഉണ്ട്. ആ സൗകര്യത്തോണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. എല്ലാ ക്ലബിലെ അംഗങ്ങളും കൂടിയിട്ട് ഇവിടെ ഒരു കുളം ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്രൗണ്ടിൽ സ്വിമ്മിംഗ് പൂൾ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ ഇവർ പറയണത് കേട്ടിട്ടുണ്ട്. ഈ കുളത്തിലൊരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഒരു പൂൾ ഉണ്ടായാൽ കഴിയും. ഇനി ഡിസംബർ 31 ഒരു പയ്യ, അതേപോലെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഡിസംബർ 31 ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൽ. ഈ പ്രാവശ്യം ഡിസംബർ 31 ഒരു പയ്യ കാലി കെട്ടിയിട്ട് ചാലിയാർ പുഴ ക്രോസ് ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയ്ക്ക് നീന്താനാണ് വിചാരിക്കുന്നത്, ഒരു ജില്ല ക്രോസ് ചെയ്ത്. അപ്പോൾ അത് ഇതേപോലെ റെക്കോർഡിന് അപേക്ഷിച്ചിട്ടുണ്ട്, റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അത് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പല പിള്ളേർ വെച്ചിട്ടും റെക്കോർഡുകളും കാര്യങ്ങളും വരും. അതേപോലെ തന്നെ ഓപ്പൺ വാട്ടർ സ്വിമ്മിങ് പരിപാടികളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഉണ്ടായി കഴിഞ്ഞാലും ഉള്ള സൗകര്യങ്ങൾ കൊണ്ട്, സൗകര്യങ്ങൾ കുറവാച്ചിട്ട് ബാക്കോട്ട് നിൽക്കില്ല, ഉള്ള സൗകര്യം വെച്ച് മാക്സിമം മുന്നോട്ട് പോയി കിട്ടാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ നേടിയെടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് പോയിട്ട് പലർക്കും ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ അവരെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നേടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതന്നെ ഏറ്റവും വലിയ വിജയം. അവരെ നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകാനും അതുപോലെ തന്നെ അവരെ ഗ്രേസ് മാർക്കും ഇതൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ നീന്താൻ വന്നതിൻ്റെ കാരണത്താലാണ് കിട്ടുന്നത്. അതേപോലെ ഒരു പയ്യൻ സായിൽ പോയി, ഇപ്പോൾ ഓൻ്റെ ചിലവും ഫുഡും മറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നോക്കണത്. അത് ശരി. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് വെറും വെള്ളത്തിലിട്ട് നീന്തിപ്പിക്കുന്ന പരിപാടിയല്ല, അതോടൊപ്പം തന്നെ അവരെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടെ നീന്തം പഠിപ്പിക്കുന്നത്. പക്ഷെ അത് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നാണ് നമ്മളെ ഭയങ്കര വിഷമം. വെറുതെ വെള്ളത്തിലിട്ട് സമയം പോക്കാണ് എന്നുള്ളൊരു, അതാണ് കൂടുതൽ വിഷമം വരുന്നത്. കാരണം ഈ ഒരു ലെവലിൽ എത്തിയിട്ടും ഇവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പല ആൾക്കാരും നമ്മൾ കുട്ടികളെ അവിടെ ഇവിടെയൊക്കെ മെഡൽ അടിക്കുമ്പോൾ ചില ക്ലബ്ബുകളൊക്കെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, അതിൽ കൂടുതൽ ഇവർക്ക് അർഹിക്കുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഈ റെക്കോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പുറമെ ഈ കുട്ടികളെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു സ്നേഹമുണ്ട്, അത് ഭയങ്കര. ചില കാര്യങ്ങൾ കുട്ടികൾ ഇവർ എല്ലാ കാര്യങ്ങളും വന്ന് ഓപ്പണായിട്ട് തുറന്ന് പറയും. അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും കാര്യങ്ങളും, അവർക്ക് എന്തെങ്കിലും ഇവിടെ
ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഇവരൊന്നും ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവരെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മളോട് പ്രത്യേക സ്നേഹമാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 5 വർഷമായിട്ട് ഇവിടെ നിന്ന് എവിടെയും പോയിട്ടില്ല. ഈ പിള്ളേരെ കൂടെ കാണാൻ ഞങ്ങൾ ഓണായി കഴിഞ്ഞാലും പെരുന്നാളായി കഴിഞ്ഞാലും എന്തൊരു പരിപാടി ആയി കഴിഞ്ഞാലും ദീപാവലിയൊക്കെ കാണുന്ന സമയത്ത് ഇവിടെ കുളത്തിൽ മൊത്തം വിളക്ക് വെച്ചിട്ട് ഞങ്ങൾ പരിപാടി ഇതാക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ആയി കഴിഞ്ഞാലും ഞങ്ങൾ പിള്ളേരെ എല്ലാവരും കൂടിയിട്ട് കരോളിന് പോകും. അപ്പോൾ ഞങ്ങളെ എല്ലാ പരിപാടിയും ഈ പിള്ളേരെ കൂടെ, എൻ്റെ എല്ലാ പരിപാടിയും ഈ പിള്ളേരെ കൂടെ. ലൈഫേ ഇതിന് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ടുണ്ട്, സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹമാണ് നമ്മളെ ഊർജ്ജം. നമ്മൾ പൈസ ആയിട്ട് ഒന്നും മേടിക്കലില്ല, പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ ഒരു സ്നേഹമാണ്. ഇവരെ പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവർക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. 2 ടീച്ചേഴ്സിന് വെച്ചിട്ട് ഇവിടെ ട്യൂഷൻ കൊടുക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനുള്ള ഗുണവും കാര്യങ്ങളും ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് ഒരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കവർ വരെ ഇപ്പോൾ ഒരു വേസ്റ്റിലിടാൻ ശീലിച്ചിട്ടുണ്ട്. ആ കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ നിന്നൊക്കെ ഇവർ ഈ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കവറൊക്കെ അവർ ബാഗിലെടുത്ത് വെക്കും, പുറത്തേക്ക് ഇടൂല. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇർഹമോക്ക് എന്തോ പറയണം, എന്താ പറയാനുള്ളേ? ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അടിച്ചു പൊട്ടിക്കണം.